മാനസിക സംഘർഷം, മാനസിക അവസ്ഥയിലൂടെ, മാനസിക വ്യഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം വലിയ ആശ്വാസമാണ്. ഈ ജെറമിയ 17:14b, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. എന്നെ രക്ഷിക്കണമേ. എന്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം? അടിമത്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അടിമത്തം എന്ന് പറയുമ്പോൾ ആൽക്കഹോളായിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം, സ്ക്രീൻ അഡിക്ഷൻ, നമ്മുടെ സമയം മുഴുവൻ സ്ക്രീനിന് മുമ്പിലേക്ക്, നമ്മുടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, ജോലി ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒരു നോട്ടിഫിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ക്രീൻ എടുക്കുന്നു, നമ്മുടെ ഗാഡ്ജറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. ഇത് വലിയൊരു അഡിക്ഷനാണ്, അടിമത്തമാണ്. ഇങ്ങനെയുള്ള അടിമത്തങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുവാനായിട്ട് ഈ വചനം നമ്മെ രക്ഷിക്കുക. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ ഇടയിലോ നിങ്ങളുടെ കുടുംബത്തിലോ സഹപാഠികളുടെ ഇടയിലൊക്കെ ആരെങ്കിലുമൊക്കെ അടിമത്തമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ വ്യക്തിയെ രക്ഷിക്കണമേ, അപ്പോൾ അവൻ അവൾ സുഖമാക്കപ്പെടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്.